വെൽക്കം ബാക്ക് ടു എക്സാമിനർ. ഇത് സാറാണ്. യെസ്, അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മകള് +2 തുടങ്ങുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു 5 കാര്യങ്ങളുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് മാത്രം മകൾ എന്താക്കുക, +2 സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമല്ല, നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സബ്ജക്റ്റിനെ കുറിച്ചായാലും മാർക്കിനെ കുറിച്ചായാലും പ്രാക്ടിക്കൽ എക്സാം, നമ്മുടെ എക്സാം തന്നെ, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം തുടങ്ങി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ ഫസ്റ്റ് ടൈമിൽ മകൾ എന്താണ് ഇതൊന്നും കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങളൊന്നും വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് എന്താണ് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ഈ ഓരോ എക്സാം ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. +1 നമ്മൾ കണ്ടതുപോലെയല്ല നമ്മുടെ ഓരോ സബ്ജക്റ്റും വരുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസി ആയാലും ബിസിനസ് സ്റ്റഡീസ് ആയാലും എക്കണോമിക്സ് ആയാലും ഓക്കെ. യെസ്, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് +1 എന്ന് പറഞ്ഞാൽ കൊമേഴ്സിനെ സംബന്ധിച്ച് എന്തായിരുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് ബേസിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ +2 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് അഡ്വാൻസിലേക്ക് നമ്മൾ പോകും. ഓക്കെ, ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കണക്റ്റഡായി വരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അക്കൗണ്ടൻസിയുടെയും എക്കണോമിക്സിന്റെയും കേസസ്. ഓക്കെ, നിർബന്ധമായിട്ട് മക്കൾ മനസ്സിലാക്കേണ്ടത് രണ്ടും നല്ല രീതിയിൽ അഡ്വാൻസ് കാര്യങ്ങളാണ്. നന്നായിട്ട് പഠിക്കാനുണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബിസിനസ് സ്റ്റഡീസിന്റെ കേസ് ഇത് തന്നെയാണ്. നമുക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ നമ്മൾ എന്താക്കുന്നു, ഡീപ്പായിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ബിസിനസ് സ്റ്റഡീസിലും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിന്റെ കേസസ് മക്കൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ദെൻ സെക്കൻഡ് നമ്മുടെ മാർക്കിനെ കുറിച്ചാണ്. മാർക്കിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് എന്ത് വരുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാമുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കൽ എക്സാമിന് വരുന്ന സബ്ജക്റ്റിന്റെ മാർക്ക് നമുക്കറിയാം 120-ലായിരിക്കും. ഓക്കെ, അതായത് നമുക്കൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇതിപ്പോൾ CA ആണെങ്കിൽ അതിനും, ദെൻ അതേപോലെ അക്കൗണ്ടൻസിക്കും ആണ് നമുക്ക് എന്ത് വരുന്നത്, യെസ്, പ്രാക്ടിക്കൽ എക്സാം വരുന്നത്. അപ്പം അതിൽ തന്നെ 60 മാർക്ക് നമുക്ക് എഴുതാൻ, പിന്നെ 20 മാർക്ക് നമ്മൾ CA ഉണ്ടാവും, ദെൻ 40 മാർക്ക് ആയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, 120 മാർക്കിൽ പ്രാക്ടിക്കൽ വരുന്നത്. ഈ പ്രാക്ടിക്കലിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തെന്ന്, നമ്മുടെ വൈവ, ദെൻ അതേപോലെ തന്നെ നമ്മുടെ റെക്കോർഡ് കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതിന് രണ്ടിനും കൂടെ നമുക്കൊരു 4 മുതൽ 5 മാർക്ക് വരെ അവര് നമുക്ക് തരുന്നുണ്ട്. സോ വൈവേന്റെ കേസ് ആയാലും റെക്കോർഡിന്റെ കാര്യങ്ങളാണെങ്കിലും മക്കള് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളുക. നമുക്ക് ആവശ്യമുണ്ട്, പഠിക്കാനുണ്ട്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ വെറുതെ കുറെ റെക്കോർഡുകൾ കോപ്പി അടിച്ച് എഴുതുക, അല്ലെങ്കിൽ എന്തോ കാര്യങ്ങൾ ജസ്റ്റ് കമ്പ്യൂട്ടറിൽ പോയി ചെയ്യുക എന്നുള്ളതിലല്ല. അക്കൗണ്ടൻസിയുടെ ഒക്കെ കേസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് എന്തെന്ന്, പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ അടുത്ത കാര്യം നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ച് പറഞ്ഞു. എക്സാമിനാണ്. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, മെയിൻ ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യം പാറ്റേണിനെ കുറിച്ചാണ്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടി. നമുക്ക് മുൻകൂട്ടി നമുക്ക് ഒരു അപ്ഡേഷനും തരാതെ പെട്ടെന്ന് പബ്ലിക് എക്സാമിന് എന്ത് ചെയ്തു, നമ്മുടെ ഓരോ സബ്ജക്റ്റിന്റെയും പാറ്റേൺ അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് മക്കൾക്കാണ്. കാരണം നമുക്കറിയാം ഈ വർഷം പാറ്റേൺ എങ്ങനെയാകും എന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് നമുക്ക് എന്താക്കേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. പഠിച്ച കാര്യങ്ങളാണ്, പക്ഷെ ആ പഠിച്ച കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് പുതിയ മെത്തേഡിലാണ്, പുതിയ രീതിയിലാണ്. ആ മെത്തേഡിനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഓരോന്നായാലും അക്കൗണ്ടൻസി ആയാലും ബിസിനസ് സ്റ്റഡീസ് ആയാലും എക്കണോമിക്സ് ആയാലും പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് എക്സാമിന്. ഓക്കെ, എങ്ങനെ വേണം ഓരോന്നും നമ്മൾ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് കൃത്യമായി മക്കൾ മനസ്സിലാക്കി വെക്കുക. ആദ്യമേ പറയുന്നു നമുക്കൊരു സബ്ജക്റ്റും +2 കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സിമ്പിൾ ആവുന്നതല്ല, ടഫ് ആയിരിക്കും. കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. ലാസ്റ്റത്തെ കാര്യം മെയിൻ ആയിട്ട് മക്കൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. +2 പബ്ലിക് എക്സാമിന്റെ ടൈമിൽ തന്നെയാണ് നമുക്ക് എന്തുണ്ടാവുക, +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവുക എന്ന് മക്കള് കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു ടൈം ആവുന്ന സമയത്ത് പബ്ലിക് എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഒരു ടൈം എന്തിനൂടെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്, +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനും കൂടെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളെ പ്ലാനും കാര്യങ്ങളും അത്രത്തോളം ഓക്കെ ആയിട്ടില്ലെങ്കിൽ +2 എന്ന് പറയുന്നത് അവസാന ടൈം എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ +2 നല്ലോണം പഠിക്കണം എന്ന്
എന്ന് മക്കൾ വിചാരിക്കുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ വിചാരിച്ച പോലെ നിൽക്കണം എന്നില്ല. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, +2 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെയാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി എല്ലാ പ്ലാനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജ്വാല ബാച്ച് മക്കൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക. എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ കൂടെ മുന്നോട്ട് വരിക. അടിപൊളിയായിട്ട് നമുക്ക് എന്താക്കാം, +2 സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ യെസ്, നമുക്ക് കാണാം, വീണ്ടും കാണാം. അതുവരെ ബൈ.